ചങ്ങായിമാരെ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളെ ബിനോജ് നായരെ പോലെ കുറെ കാലമുള്ള നിഷ്പക്ഷനായി നിന്നിട്ട് അവസാനം ചാണകത്ത് ചവിട്ടിയ ഒരു ക്രിസംഗി അച്ചായനെ കുറിച്ചാണ്. പാലാ ന്യൂസ് എന്ന പേരിൽ ചാനൽ നടന്ന ഈ പരനാറിയുണ്ടല്ല കുറെ കാലം പിണറായി വിജയനെ കുറ്റം പറഞ്ഞു. അപ്പൊ അത് കണ്ട കോൺഗ്രസുകാർ ലീഗാരൊക്കെയുള്ള ഇയാൾക്ക് നല്ല സപ്പോർട്ട് കൊടുത്ത്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഈ പരനാറിയുള്ള VD സതീശനെ നല്ലോണം കുറ്റം പറയാൻ തുടങ്ങി. അപ്പോൾ ഇതൊന്നും അറിയാത്ത CPM മാരുണ്ടല്ല ഇയാൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ ഈ പരനാറി ഇവന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടല്ല BJPക്കെതിരെ ഉണ്ടല്ല ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അത് ഈ പരനാറിനെ സപ്പോർട്ട് ചെയ്യുന്ന CPM-കാർക്കോ കോൺഗ്രസുകാർക്കോ ലീഗുകാർക്കോ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ പരനാറി BJPക്കെതിരെ വീഡിയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇവന്റെ വീഡിയോ ഉണ്ടല്ല പലപ്പോഴും ഇവന്റെ മുസ്ലിം വിരോധം ഉണ്ടല്ല, മുസ്ലിം വിരോധം ഇവൻ പോലും അറിയാതെ ഉണ്ടല്ല പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാത്ത കുറെ മുസ്ലിങ്ങളുണ്ടല്ല ഇപ്പോഴും ഇന്നടക്കമുള്ള ഈ പരനാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇന്നടക്കമുള്ള ഈ പരനാറിന്റെ വീഡിയോ ഉണ്ടല്ല പല മുസ്ലിങ്ങളും ഷെയർ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിനെ ഈ പരനാറി വിമർശിക്കുന്നുണ്ടെന്ന് ഒന്നും അറിയാതെ അവരുണ്ടല്ല ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവനെതിരെ കുറച്ചു കാലം മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഈ പരനാറി ക്രിസംഗിയാണെന്നും പറ്റി. അന്ന് കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു, വരുണേ നിനക്ക് പറ്റിയതാണ്, ഈ ചങ്ങയില്ല, നിഷ്പക്ഷനാണ്, നല്ല മനുഷ്യനാണെന്നൊക്കെ. അന്നേ ഞാൻ അവരോട് പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് മൊത്തം എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞാൻ ഒരാൾക്കെതിരെ വീഡിയോ ചെയ്യാറുള്ളൂ. ഞാൻ അന്ന് പറഞ്ഞത് ഇന്ന് സത്യമാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. എന്തായാലും ഈ പരനാറിനുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, കുഴിമന്തിക്കെതിരെയാണ്, ഷവർമ്മക്കെതിരെയാണ് എന്നുള്ള രീതിയിൽ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ ഒരു വീഡിയോ തന്നെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഈ മന്തി കഴിച്ച ഒത്തിരി എണ്ണം ആശുപത്രി കിടപ്പുണ്ട്, ഈ ഷവർമ കഴിച്ച ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. അവരെ ഒന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ തൊടാത്തത്? അതെന്താ ഈ മന്തിയെല്ലാം ഞമ്മടെ ആയതുകൊണ്ടാണോ തൊടാത്തത്? ഇയാള് മന്തിക്കടകളല്ല ഞമ്മന്റെ ആൾക്കാരതാണല്ലോ എന്ന് ഉദ്ദേശിച്ചത്. ആരെയാണ് നിങ്ങൾക്ക് മനസ്സിലായിനാ? ഞമ്മടെ ആളെന്ന് പറഞ്ഞ് ഇയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടല്ല മുസ്ലിം സമുദായത്തെ തന്നെയാണ്. മുസ്ലിം സമുദായത്തിന്റെ കീഴിലാണ് കേരളത്തിലെ മൊത്തം മന്തിക്കടകളെന്നും. ആ മന്തിക്കടകളിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് ആർക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്കെതിരെ, ആ മന്തിക്കടക്കെതിരെ ഒരു നിയമ നടപടി എടുക്കുന്നില്ല എന്നാണ് ഈ പരനാറി പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ മന്തി എന്നല്ല ബിരിയാണി കഴിച്ചിട്ടും പല ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ല ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. മന്തി കഴിച്ചിട്ടും മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ മരണപ്പെട്ടിട്ടുണ്ടോ ആ ഹോട്ടലുകളൊക്കെ ഉണ്ടല്ല കാലാകാലത്തേക്ക് പൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ പരനാറി ഉണ്ടല്ല ആ ഹോട്ടലുകളൊന്നും പൂട്ടിയത് കാണാതെ പച്ചക്കളവും പച്ച വർഗീയതയാണ് ഈ തട്ടിവിടുന്നത്. ഇവൻ ഇപ്പം പറഞ്ഞത് പച്ച വർഗീയതല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ നിങ്ങൾക്ക് തെളിവ് കാണിച്ചുതരാം. ഇവന്റെ വായി കൊണ്ട് തന്നെ പച്ച വർഗീയത പറഞ്ഞത് ഞാൻ കാണിച്ചുതരാം. എന്തുകൊണ്ടാണ് ഈ മന്തിക്കടകൾ ഇങ്ങനെ പെരുകുന്നത്? ഒരു ന്യൂ ജനറേഷൻ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ പറയുക, കട്ടപ്പനയിൽ ഒരു മന്തിക്കടയിൽ ഒരു ദിവസം അവർ വാങ്ങുന്നത് 30 കിലോ കോഴി. ആ കട ഒരു ദിവസം ലാഭവിഹിതമായിട്ട് ബാങ്കിൽ കൊണ്ടേ അടയ്ക്കുന്നത് 1,90,000, 95,000, 2 ലക്ഷത്തിൽ താഴെ. ഞാൻ പറയുന്നത് ഈ പല മന്തിക്കടകളെ കുറിച്ചും NIA അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഉപജീവനമാർഗമായി തുടങ്ങുന്ന ഹോട്ടലുകളും തട്ടുകടക്കാരും പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് വിടുമ്പോൾ അനുദിനം ഇങ്ങനെ പല സ്ഥാപനങ്ങൾ ഇതൊക്കെ പറഞ്ഞു പൊങ്ങുമ്പോൾ ഇതിന്റെയൊക്കെ പുറയിലുള്ളവരെ ഉദ്യോഗസ്ഥന്മാർ എന്തിനു ഭയപ്പെടുന്നു? കണ്ടല്ലോ ഈ പരനാറി ക്രിസംഗി അച്ചായം പറഞ്ഞത്. മന്തിക്കടകളുടെ പേരുണ്ടല്ല തീവ്രവാദ ഫണ്ട് വരുന്നുണ്ടെന്നാണ് ഈ പരനാറി അടിച്ചങ്ങ് വിടുന്നത്. ഏതെങ്കിലും ഒരുത്തനുണ്ടല്ല ബിസിനസ് ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ചിട്ട് മുസ്ലിം ആണെങ്കിൽ ഈ ക്രിസംഗിക്ക് സംഖ്യക്കിട്ടില്ല ഒരു പ്രത്യേകതരം ചൊറിച്ചിലുണ്ട്, ഒരു പ്രത്യേകതരം കുരുപൊട്ടല്. ലൈഫിൽ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടല്ല ഒരാൾ വിജയിക്കണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് ഈ പരനാറിക്കിട്ടില്ല, ഈ പരനാറിക്കൊന്നും അറിയില്ല. നമ്മളെ നാട്ടിൽ ഒരു മന്തി ഹോട്ടൽ പോട്ട്, മന്തി ഹോട്ടൽ എന്നല്ല ഒരു സാധാ ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. ഒരു മന്തി ഹോട്ടലൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എത്രമാത്രം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം. അതുപോട്ടെ ആ സ്ഥാപനത്തിന് എത്ര രൂപ വാടക കൊടുക്കണം. അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് ലാഭം ഉണ്ടല്ലോ ആ മന്തിക്കട ഉണ്ടാക്കണമെങ്കിൽ അതിലെ മുതലാളിമാരുണ്ടല്ലോ 24 മണിക്കൂറുണ്ടല്ലോ കഷ്ടപ്പെടണം. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അവരുണ്ടല്ലോ ഒരു 10 രൂപ ഉണ്ടാക്കുമ്പോഴല്ലോ ഇവനെ പോലത്തെ പരനാറികൾക്കില്ല വല്ലാത്ത കടച്ചിലാണ്. അവരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലോ ഇവനൊക്കെയുള്ള തീവ്രവാദ ഫണ്ടാണ്. പിന്നെ അത് അന്വേഷിക്കാൻ പറ്റി NIA വരണം. എന്തൊക്കെയാണ് ഇവന്റെയൊക്കെ മനസ്സിലിരിപ്പെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ല കേട്ടോ. പരനാറി ക്രിസംഗി നിന്നെ പോലുണ്ടല്ലോ പിറന്ന നാടിന് സ്വന്തക്കാരെ ഒറ്റിക്കൊടുക്കുന്ന പരനാറികളാണ് എല്ലാവരും ഉണ്ടല്ല. എല്ലാവരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇനി ഈ പരനാറിയെ കുറിച്ച് എന്റെ വായ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ അത് വല്ലാതെ വൃത്തികേടായി പോകും. അതുകൊണ്ട് എന്താണ് നമ്മൾ അൻസാരി ഉസ്താദ് ഈ പരനാറിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കേട്ടിട്ട് വാ. എന്തുകൊണ്ടാണ് ഈ മന്തിക്കടകൾ ഇങ്ങനെ വരുന്നത്? ഒരു ന്യൂ ജനറേഷൻ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ പറയുക, കട്ടപ്പനയിൽ ഒരു മന്തിക്കടയില് ഒരു ദിവസം അവർ വാങ്ങുന്നത് 30 കിലോ കോഴി. ആ കട ഒരു ദിവസം ലാഭവിഹിതമായിട്ട് ബാങ്കിൽ കൊണ്ടേ അടയ്ക്കുന്നത് 1,90,000, 95,000, 2 ലക്ഷത്തിൽ താഴെ. ഞാൻ പറയുന്നത് ഈ പല മന്തിക്കടകളെ കുറിച്ചും NIA അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഉപജീവനമാർഗമായി തുടങ്ങുന്ന ഹോട്ടലുകളും തട്ടുകടക്കാരും പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് വിടുമ്പോൾ അനുദിനം ഇങ്ങനെ പല സ്ഥാപനങ്ങൾ ഇതൊക്കെ പറഞ്ഞു പൊങ്ങുമ്പോൾ ഇതിന്റെയൊക്കെ പുറയിലുള്ളവരെ ഉദ്യോഗസ്ഥന്മാർ എന്തിനു ഭയപ്പെടുന്നു? 30 കിലോ കോഴിയിൽ നിന്ന് ലാഭം 1,95,000 രൂപ.
എന്റെ ഇലാഹായ റബ്ബേ, ഒരു ഫുൾ മന്തിക്കാണെങ്കിൽ 850 രൂപ മുതൽ 900 വരെ. എങ്ങനെല്ലാം കണക്ക് കൂട്ടി നഖം ഇങ്ങനെ കടിച്ച് മാറ്റി കിട്ടും. കണക്കങ്ങോട്ട് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഈ 1,95,000 രൂപ ലാഭം കിട്ടുകയാണ്? ഏത് മന്തിക്കടയാണ്? പുതിയ 5 മന്തിക്കട തുടങ്ങുമ്പം 20 കട കൂട്ടുകയാണ്. എന്നിട്ടും ഈ 1,95,000 രൂപ ലാഭം കിട്ടുന്ന മന്തിക്കട, അത് 30 കോഴി. അതാണ് ലാഭം കിട്ടിക്കോട്ടെ, 30 കോഴി. നിങ്ങൾക്ക് ചേട്ടനെ മനസ്സിലായിട്ടില്ലല്ലേ? ചേട്ടൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, എൻ്റെ സുഹൃത്ത് കൂടിയാണ്, പഴയ ഒരു സുവിശേഷ പ്രഭാഷകനാണ്. അതുകൊണ്ടൊന്നും പറയില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞാണ്. ഇയാൾ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾക്കൊക്കെ 4-5 പിള്ളേരുണ്ടാകുമ്പം നമ്മൾ ക്രിസ്ത്യാനികൾക്ക് പിള്ളേരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങേയറ്റം ഉള്ളിൻ്റെ ഉള്ളിൽ ആ ക്രി സംഖ്യയില്ലേ, ആ സാധനം ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നൈസായിട്ട് ആ ഇസ്ലാമിക വിരുദ്ധത, മുസ്ലിം വിരോധം ഇങ്ങനെ നൈസായിട്ട് ഒഴുക്കി വിടുന്ന ആളാണ്. എന്തുകൊണ്ടാണ് അച്ചായൻ ഇത്ര വലിയ ചൊറിച്ചിലും ഈ ഒളിച്ചു കടത്തലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? അച്ചായനൊക്കെ ഒരു കാലഘട്ടത്തിൽ കയ്യാളിക്കൊണ്ടിരുന്ന മേഖലകളിലൊക്കെ ഇപ്പം മറ്റു പലരും വരാൻ തുടങ്ങി. ഇപ്പം മുസ്ലിം സമൂഹത്തിനെ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഒരു കാലത്തിൽ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവരുടെ കുട്ടികളൊക്കെ നല്ല മാർക്ക് മേടിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹം ഭൂരിപക്ഷം ഉള്ള ജില്ലകളിൽ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ അവർ രംഗത്തേക്ക് വന്നപ്പം അതൊരു പ്രശ്നം. രണ്ടാമത്തെ, കച്ചവട മേഖലകളിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള എപ്പോഴും കച്ചവടക്കാരാണ്. അവർ 10 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ കടം മേടിച്ചിട്ട് കച്ചവടം ചെയ്യും. അല്ലാതെ ഈ മക്കൾ അയച്ചു കൊടുക്കുന്നെങ്കിൽ ഇട്ടിട്ട് കൂട്ടി നല്ല ആഹാരം കഴിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാതെ, പച്ചമീൻ മേടിക്കേണ്ടത് ഉടക്കമീൻ മേടിച്ചും ജീവിക്കുന്നവരൊന്നുമല്ല. നല്ല അന്തസ്സായിട്ട് കച്ചവടം ചെയ്ത് ഏത് സമൂഹം, എവരുടെ ഉത്സവമാണെങ്കിലും പള്ളിപ്പെരുന്നാളാണെങ്കിലും അതിൻ്റെ വാതിക്ക് ഒരു കട ഇട്ടിട്ട് 10 രൂപ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കുക, ആ കിട്ടുന്നതിൽ നിന്നൊരു വിഹിതം മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. ഇതൊക്കെയാണ് മുസ്ലിം സമൂഹം. അപ്പോൾ എല്ലാ മേഖലകളിലും അങ്ങനെ വിജയം കൈയാളുമ്പം ഇരിക്കപ്പുറതി ഇല്ലാത്തതിൻ്റെ അസ്വാസ്ഥ്യമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പച്ചക്ക് പറഞ്ഞ ആളുകൾ വർഗീയവാദിയാണല്ലോ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മെല്ലെ താളത്തിൽ ഓളത്തിൽ മന്തിക്കട NI എന്നൊക്കെ പറയുന്നത്. ചായോ, ആ പഴയ കൂട്ടുകാരനെ നമുക്കറിയാം, അയാൾ പറഞ്ഞിരുന്നു എന്നോട്, കുറേ ഫോട്ടോസും കുറിപ്പുകളൊക്കെ എഴുതി തന്നു. കൈ വെച്ചോ, പറയേണ്ടത് മാത്രം പറഞ്ഞാൽ മതി. വല്ലാതെ പറയാൻ നിന്ന ആ സാധനമൊക്കെ ഇവിടെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് വിശദീകരിക്കും. അപ്പം പിന്നെ താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടേ ഏത് മന്തിക്കടയിലാണ് 30 കിലോക്ക് 1,95,000 രൂപ ലാഭം? ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നാണം, മാനം, ഉളുപ്പ്, സഭയോട് പറഞ്ഞു ഉളുപ്പ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാകണം. നമ്മൾ ഈ വെറുപ്പും വിദ്വേഷമൊക്കെ പറയാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന ഈ വൃത്തികേടുകൾക്കപ്പുറം ഇത് കേട്ടിരിക്കുന്ന പ്രബുദ്ധ മനുഷ്യർ മനസ്സിലാക്കത്തില്ല. ഈ 30 കിലോ കോഴി എങ്ങനെയാണ് 1,95,000 രൂപ ലാഭം കിട്ടുക? ഏത് മന്തിക്കടയാണ് 30 കിലോ 5-6 ലക്ഷം ലാഭം കിട്ടുന്ന മന്തിക്കടയുണ്ട്. 30 കിലോ കോഴിയിൽ നിന്ന് ഒരു മന്തിക്ക് 850 രൂപയാണ്. ഈ 30 കിലോ കോഴി, അത് 1 കിലോ കോഴിയാണെങ്കിൽ അതിൻ്റെ ഒരു കോഴി മേടിച്ചാൽ അത് 4 പീസായിട്ട് മാറ്റിയിട്ടാണ് ഒരു മന്തി കൊടുക്കുക. എങ്ങനെയാണ് ഇങ്ങനെല്ലാം കണക്ക് കൂട്ടിയിട്ട് 1,95,000 രൂപ ലാഭം കിട്ടുന്നവർ? ഈ വൃത്തികേട് പറയല്ലേ, നാണക്കേട്. അത്യാവശ്യം മറ്റ് സമൂഹങ്ങളെക്കാൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, അച്ചടക്കമുള്ള ആളുകൾ, അവരെ നാറ്റിക്കരുതെന്ന് പറയണം. അൻസാരി ഉസ്താദ് പറഞ്ഞപ്പം ഈ പരനാരി ക്രിസംഖ്യ അച്ഛൻ എത്രമാത്രം വിഷമാണെന്നും എത്രമാത്രം വർഗീയവാദിയാണെന്നും നിങ്ങൾക്ക് ഇപ്പൊ വിശ്വാസമായല്ലോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇത്ര ഉഡായിപ്പിന എന്തായാലും തിരിച്ചറിയണം. ഈ പരനാരി ക്രിസംഖ്യ എന്നുള്ള CPM-നെയും കോൺഗ്രസിനെയും അല്ലാതെ BJPക്ക് ഉണ്ടല്ലോ ഒരക്ഷരം ഇതുവരെ മുണ്ടിട്ടില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ പോയിട്ടുണ്ടല്ലോ ഇവന്റെ വീഡിയോക്ക് പോയി തെറി വിളിക്കുകയല്ല വേണ്ടത്. ഇവന്റെ വീഡിയോക്ക് ഇടല്ല കാണാതിരിക്കുക, ഇവനൊക്കെ ഇടല അങ്ങ് ബ്ലോക്ക് ചെയ്യുക. അല്ലാതെ നിങ്ങൾ പോയിട്ട് ഇവന്റെ വീഡിയോക്ക് പോയിട്ട് തെറി വിളിച്ചാണല്ലോ ഇവന് നല്ല റീച്ചും കിട്ടും, നല്ലോണം പൈസ ഉണ്ടാക്കും. അതാണ് സംഭവിക്കുക. അതുകൊണ്ട് ബിനോജ് നായർ, ഈ പാലക്കാരൻ ക്രിസംഖ്യ അച്ഛൻ, ഇതുപോലുള്ള വർഗീയവാദികളുടെ വീഡിയോ ഉണ്ടല്ല ഒരിക്കലും നിങ്ങളുണ്ടല്ല ഇനി കാണാതിരിക്കുക. അപ്പോഴെന്താണ് തൽക്കാലം നിർത്തുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.